Welcome to Simis Nadan Kitchen and you are watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എഗ് നൂഡിൽസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 4 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ നൂഡിൽസിന്റെ കൂടെ കിട്ടുന്ന ടേസ്റ്റ് മേക്കർ ഉണ്ടല്ലോ. 2 പാക്കറ്റ് നൂഡിൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 ടേസ്റ്റ് മേക്കർ ഇതിന്റെ അകത്തേക്ക് ഇടണേണ്. EP noodles magic മസാലയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ നൂഡിൽസ് ഞാൻ ഇടണേണ്. ഇളക്കി കൊടുക്കുക. EPയുടെ നൂഡിൽസ് ആകുമ്പോൾ നമുക്കൊന്ന് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ വെന്ത് വരുമ്പോൾ തന്നെ അത് എല്ലാം സെപ്പറേറ്റ് ആയിക്കോളും. സാധാരണ മാഗി നൂഡിൽസൊക്കെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് വെള്ളം മൂറ്റിക്കളയണം. അതിന് ഭയങ്കര കൊഴുപ്പ് കൂടുതലാണ്. അപ്പോൾ EPക്ക് അങ്ങനെ വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ വെള്ളം കളയുന്നില്ല. ഈ വെള്ളത്തോട് കൂടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. നൂഡിൽസ് ഇട്ട ശേഷം ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുന്നതാണ്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക. ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒലിവ് ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല, വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. അതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതാണ്. കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഈ മുട്ടേനെ ചിക്കിയെടുക്കാം. ഈ മുട്ട എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. മുട്ട എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, അത് ഞാൻ പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. കുറച്ച് സവാള. സ്റ്റൗ ഫുൾ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. അപ്പോൾ തീ കുറയ്ക്കേണ്ട ആവശ്യമില്ല, തീ കൂടി തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തീ കൂട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഒരുപാട് നമ്മുടെ കേരള റെസിപ്പിയിലൊക്കെ പോലെ ഒരുപാടൊന്നും വഴന്നൊന്നും പോകണ്ട. ചെറുതായിട്ടൊന്ന് ആ പച്ചക്കുത്തിൽ പോയേച്ചാൽ മാത്രം മതി. സവാള ഒന്ന് വാടിയിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണേന്ന്, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇതൊന്ന് ആ മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർക്കാം. ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളതല്ല, കുറച്ച് സോസുള്ള ടൈപ്പാണ്. ഇതിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് അണിയൻ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.